90-50 കുടുംബമുണ്ട് ഇപ്പോ. അൽഹംദുലില്ലാ 2000 ചില്ലാനും കുടുംബത്തിലെ കല്യാണം ദിവസം കാണില്ല. ഒരു വിഷമമില്ല, ഒരു ബുദ്ധിമുട്ടതാണ്. നിങ്ങളെ ദേവർഷോലൊക്കെ ഒരു പടിയിലായിട്ട് കുട്ടികളെ കെട്ടിച്ചടക്കാൻ എന്നിട്ട് കരുതരുന്നട്ടാ. പങ്കുവെക്കാടി പാടത്തർമ്മത്തിന് ഓരോ ചെറിയ ദർശനം കുറേ കുട്ടികളവിടെ വളരുന്നത്, പാവങ്ങള്, കുറെ സാധുക്കളെ 17 ലക്ഷം രൂപ. അപ്പോ അതിന്റെ ഒക്കെ ഇടയില് പച്ച പാവങ്ങളാണ്. അതിന്റെ ഇടയിലാണ് ഈ കല്യാണ വിഷയമായിട്ട് നടക്കുന്നത്. പച്ച പാവങ്ങളാണ്. എന്താ ഇപ്പൊ ചെയ്യാ? നമ്മൾ മുടക്കിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചിലപ്പോ കഴിഞ്ഞ കൊല്ലം കണ്ടവരും വന്നവരൊക്കെ ഉണ്ട്. ഒരു ഉമ്മ 800-ന്റെ പുറത്തെത്തിയപ്പോ ഒരു ഉമ്മ ഒരു കുഞ്ഞിന്റെ കാര്യം കൂടെ വന്ന് അവൾക്ക് കല്യാണം വിദ്യാഭ്യാസ സന്തോഷത്തിലാണ് ഉമ്മ. നമ്മളെ ബേജാറ് പിന്നെ അതിന് വഴി ഉണ്ടാക്കേണ്ടതെന്നാണ്. അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം നോക്കാന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞു, പദം ഒരു കല്ല് പോലെ ഒരു ഉമ്മ, ഒരു പാറക്കല്ല് പോലെ നിന്നട്ടെ. കാരണേ മക്കള് കരയില്ലെങ്കിൽ നമുക്കൊരു പെങ്ങളുണ്ടായോ കിട്ടെ. 19 വയസ്സായ പെങ്ങള് നമ്മള് പെണ്ണെട്ടി അടക്കുക, അവർക്കൊരു ജീവിതത്തിൽ അപ്പൊ കാണാതിന്റെ വിഷമത്ര. അപ്പൊ ഈ ഉമ്മ ഒരു പകണ്ട് എന്റെ 2 കിടിനി പിടിച്ചിട്ടെങ്കിൽ കിടിനി വിൽക്കാൻ പറ്റില്ല. അയാൾ ആ ഉമ്മാന്റെ ശൈലിയാണ്. കിടിനി വിറ്റിട്ടെങ്കിൽ വീട്ടിൽ കെട്ടിക്കാൻ പറ്റുമോ? എന്താണ് ഈ ഉമ്മത്തിലെ പാവങ്ങളല്ലേ? അൽഹംദുലില്ലാ 10,000 കുടുംബത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വിഷമം വന്നില്ലല്ല. ഈ പാവങ്ങളെ തൊഴാണ് ഒരു ഉമ്മ. ആ ഉമ്മ കണ്ണീരൊക്കെ ഒരു കാഴ്ച കണ്ടു. എന്തിനാന്ന് നിങ്ങള് ആ ഉമ്മാന്റെ കയ്യിലെയും മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശൈഖുനെ പഠിപ്പിച്ച 5 പവൻ കൊടുക്കാനാണ്. അതങ്ങ് കൊടുത്തപ്പോ ആ ഉമ്മാന്റെ പൊട്ടുന്ന മനസ്സേ. അപ്പൊ എന്താ ചോദിച്ചപ്പോ, എന്റെ മോളെ പ്രസവിച്ചിട്ട് ഇന്ന് വരെ ഒരു മോദരന്റെ കുട്ടി ധരിച്ചിട്ടില്ല. ഈ ഉമ്മത്തിൽ അങ്ങനെ കുറേയുണ്ട്. ഒരു പെൺകുട്ടി വാപ്പ മരിച്ചു, ഉമ്മ എന്നൊരു തലറി അങ്ങനെ വളർന്നു വന്നു. എന്താ ചോദിച്ച ചെറ്റപ്പനെ പാടികൾ എന്നൊക്കെ പറയുന്നു കോട്ടേസുകളെ. അപ്പം ആൺകുട്ടികൾക്ക് പോയി പെണ്ണുനോക്കാനൊക്കെ വരുന്നു. ഇതൊക്കെ ഈ പാവങ്ങളെ തുണകൊണ്ട് കിട്ടുന്ന തന്നെയാണ്. അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ വളരെ പ്രായപൂർത്തിയും കഴിഞ്ഞു, 30 വയസ്സും കഴിഞ്ഞ ഒരു പെണ്ണ് ഉമ്മങ്ങനെ ക്രിയാപ്പുഴക്ക് ജീവിതം എന്നിട്ട് മരിക്കാൻ. പക്ഷേ ആ ഉമ്മയും കൂടി അങ്ങ് മരിച്ചപ്പോഴേ ഈ പെൺകുട്ടി പാടന്തര മർക്കസിലേക്ക് കുറിപ്പ് കൊടുത്തിട്ടു. ഒരു കുറിപ്പ് എന്താണെന്നറിയോ? ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ല, ഉമ്മയും കൂടെ പോയി. ഞാനേ ഉള്ളൂ, എനിക്കൊരാങ്ങളയില്ല, ഒരു ജ്യേഷ്ഠത്തെ അനുജത്തെ ഒന്നുമില്ല. കുടുംബ വീട്ടിൽ ഇത്രയും പ്രായമുള്ള ഒരു പെണ്ണല്ലേ, ഞാൻ താമസിക്കുന്ന ഒരു ഭാരമാകും. കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ അവര് താമസിക്കാൻ വകുപ്പില്ലാതെ കൂരകൾ താമസിക്കുന്നവരാ. അപ്പൊ ഈ പെൺകുട്ടി എഴുതുക, റസൂലുള്ളാഹി പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാൻ ആത്മഹത്യ ചെയ്യാതെ മറ്റൊരു വഴി ഇസ്ലാമിലുണ്ട്. ഇങ്ങനെ കുറെ പാവങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ ഉള്ള ജീവിതം ജീവിച്ചു. അള്ളാഹു ഖബൂലാക്കട്ടെ. ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതി ഷെയ്ഖിന് ഡേറ്റ് തന്നിട്ടുണ്ട്. 10,950 പാവങ്ങളുടെ കല്യാണമാണ്. നിങ്ങളെ വൈക്കൊക്കെ ഒന്ന് വരൂ, ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അടുത്ത ഏപ്രിലാണ്, കുറേ മാസമുണ്ട്. അടുത്ത ഏപ്രിൽ 5-ാം തീയതി ഒന്നും ആയിട്ടില്ല. നമ്മൾ അലല്ല കുടുക്കിയിട്ടില്ല കേട്ടത് വരെ. എല്ലാ പ്രവർത്തകരും ദ്വാരക്കും സംഘടനാ കുടുംബം മൊത്തം ഇറങ്ങിയിട്ടുണ്ട് ജില്ലയിലെ. പാവങ്ങളാണ് അല്ലാഹു പ്രവർത്തകർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. ഒരു നല്ല നീയത്ത് വെച്ചിറങ്ങാണ്. ത്യാഗമുണ്ട് ഇതിന്, നല്ല ത്യാഗമാണ്. ഒരു പരമ്പര രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ്. അല്ലാഹുവിനൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. 4-5 മാസമുണ്ട്. എന്റെ പെങ്ങളെ ആർക്കും നിങ്ങൾ 5, 25, 50 പവനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മോതിരെങ്കിലും ഒരു വളയെങ്കിലും നിങ്ങളെപ്പോലത്തെ രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കൂ. 4-5 മാസമുണ്ട്. നിങ്ങൾ സഹായിക്കണം. ചെറുപ്പക്കാരോടൊക്കെ പറയാൻ പാവങ്ങളുടെ പാവങ്ങളാണ്, അർഹതപ്പെട്ടവരാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പാടന്തര മർക്കസിൽ സംഘടനാ കുടുംബങ്ങൾ മുഴുവനും കൂടി നടത്തുന്ന ഈ സമൂഹ വിവാഹം അടുത്ത ഏപ്രിൽ 5-ാം തീയതി നടക്കുമ്പോൾ നിങ്ങളൊന്ന് വരണം. പാവങ്ങളുടെ കരച്ചിൽ കാണാം. ഒരുപാട് ഉമ്മമാരുടെ നെഞ്ചു പൊട്ടിയുള്ള സന്തോഷത്തിന്റെ കരച്ചിൽ കാണാം. ഓളെ നിക്കാഹ് നടക്കുമ്പോ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ. നിങ്ങൾ വരണമെന്നും നിങ്ങൾ ആ പാവങ്ങളെ സഹായിക്കണേ എന്നും